ഞാൻ ഡോക്ടർ നിത, PMRലെ കൺസൾട്ടൻ്റാണ്, കിംസ് ഹെൽത്ത് ട്രിവാൻഡ്രത്തിലെ. അപ്പോൾ ഞാൻ ഈ ഇടയ്ക്ക് അബുദാബിയിൽ പോയിരുന്നു. അവിടെ അപ്പോൾ വാറിൽ വന്നപ്പോഴത്തേക്കുള്ളൊരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടിയായിരുന്നു. ഞാൻ പോയതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അബുദാബിയിലെ വെൻറ്റിലേറ്റർ പേഷ്യൻസിൻ്റെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള റീഹാബിലിറ്റേഷൻ ടെക്നോളജീസ് മനസ്സിലാക്കാനും അത് പഠിക്കാനും വേണ്ടിയായിരുന്നു. അപ്പോൾ ഒരു 2 ആഴ്ച ഞങ്ങളുടെ ഹോസ്പിറ്റൽ വിസിറ്റുമായിട്ട് കഴിഞ്ഞതിന് ശേഷം ഞാൻ ശനിയാഴ്ച തിരിച്ചു വരാൻ വേണ്ടി ഇരിക്കുമായിരുന്നു. ശനിയാഴ്ചയായിരുന്നു തിരിച്ചു വരാനുള്ള ടിക്കറ്റ്. അന്ന് ഉച്ചയ്ക്കാണ് നമുക്ക് യുദ്ധമുണ്ട് എന്ന് തന്നെ അറിയുന്നത്. ഞാൻ സത്യം പറഞ്ഞാൽ ആക്ച്വലി ചെക്കൗട്ട് ചെയ്ത് കഴിഞ്ഞ് ഞാൻ എയർപോർട്ടിലേക്ക് പോകാൻ നിൽക്കുകയാണ്. ആ മൊമെൻറ്റിലാണ് എൻ്റെ കസിൻ വിളിച്ചിട്ട് അവിടെ വാറാണ് എന്നുള്ളത് പറയുന്നത്. ആ പറഞ്ഞ ഒരു 5 മിനിറ്റ്സിൽ പിന്നെ നടക്കുന്നതെന്ന് പറയുന്നത് ഒരു ഷേക്കിംഗ് സൗണ്ടാണ്. ഒരു ഇടിമിന്നൽ പോലത്തെ ഒരു സൗണ്ടും അതുപോലെ തന്നെ നമ്മുടെ വിൻഡോസും ഡോറും ഷേക്ക് ചെയ്യുകയാണ്. അത് ഒരു പ്രാവശ്യം എന്നുള്ളത് ഒരേ ടൈമിൽ ഒരു 2-3 ടൈംസ് ആയിട്ടാണ് ആ ഷേക്കിങ്സ് വരുന്നത്. അപ്പോൾ മനസ്സിലായി ഇത് മിസൈലാണെന്ന്. സോ ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ടൈം ഒരു മിസൈൽ അറ്റാക്കിൻ്റെ അണ്ടറിലാണ് നമ്മൾ നിൽക്കുന്നത് എന്നുള്ള ആ ഒരു ഫീല് വരുന്നത്. ഇറ്റ് വാസ് റിയലി സ്കെയറി ബിക്കോസ് ഐ നെവർ എക്സ്പീരിയൻസ് ദാറ്റ്. അതുപോലെ ഇതൊരു ഹോം സ്റ്റേയിലാണ്. ഞാൻ ഒറ്റയ്ക്ക് ഒരു മുറിയിൽ താമസിക്കുന്ന ഒരു സമയമാണ്. അവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്ത് നിൽക്കുന്ന ഒരു വേളയിൽ, അതായത് എയർപോർട്ടിലേക്ക് പോകാൻ നിൽക്കുന്ന ഒരു വേളയിലാണ് ഇത് വരുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം എന്നുള്ളത് അറിയില്ല. അപ്പോഴേക്കും മനസ്സിലായി UAE എയർ സ്പേസ് അടച്ചു. അപ്പോൾ ഇനി എന്തായാലും യാത്ര ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് ഉറപ്പാണ്. പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല എന്നുള്ള വാർണിങ്സ് വന്നു കഴിഞ്ഞു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ മൊബൈലിലേക്ക് ഒരു വളരെ അലാമിങ് സൗണ്ടോടെ മിസൈൽ അറ്റാക്ക് വരുന്നുണ്ട്, സോ നിങ്ങൾ ഷെൽട്ടറിലേക്ക് പോകണം എന്നുള്ള പറയുന്നു. അപ്പോൾ സത്യം പറഞ്ഞാൽ എന്ത് ചെയ്യണോ എന്നുള്ള അറിയില്ല. ഇത് വീഴാൻ പോകുന്ന നമ്മുടെ തലയിലേക്കാണോ അതോ ഇത് വേറെന്തെങ്കിലും ആണോ സംഭവിക്കുക എന്നുള്ളത് ആ ഒരു മൊമെൻറ്റിൽ അറിയാത്തൊരവസ്ഥയിലായിരുന്നു. ദെൻ ആ ടൈമിലേക്ക് ഫാമിലിയിൽ നിന്നും എല്ലാവരും വിളിക്കുന്നുണ്ടായിരുന്നു. ഈവൻ കിംസിൽ നിന്നും വിളിച്ച് തിരക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ പ്രോബ്ലം ഒന്നുമില്ല, എല്ലാം ഓക്കെ ആണ് എന്നാണ് വീട്ടിൽ പറഞ്ഞത്. ബട്ട് അങ്ങനെയാണെങ്കിൽ പോലും ദാറ്റ് മൊമെൻറ്റ് വാസ് റിയലി സ്കെയറി, ഇൻ വിച്ച് യു ആർ അണ്ടർ മിസൈൽ അറ്റാക്ക് ആൻഡ് യു ഡോണ്ട് നോ ആക്ച്വലി ഇത് നമ്മളെ ഹിറ്റ് ചെയ്യോ വേറെ എവിടെയെങ്കിലും ഹിറ്റ് ചെയ്യോ എന്താണ് നടക്കുന്നതെന്ന് അറിയാത്തൊരു മൊമെൻറ്റ് ഡെഫിനറ്റ്ലി ഉണ്ടായിരുന്നു. ദെൻ വാട്ട് ഹാപ്പൻഡ് ഈസ് എനിക്ക് സ്റ്റേ എന്തായാലും കണ്ടിന്യൂ ചെയ്യണം എന്നുള്ള മനസ്സിലായി. ഞാൻ ആ സ്റ്റേയിലേക്ക് പോയി. അപ്പോൾ നെക്സ്റ്റ് 2 ഡേയ്സ് എന്ന് പറയുന്നത് നമ്മൾ മുറിക്കകത്ത് തന്നെയാണ്, പുറത്തേക്ക് ഇറങ്ങുന്നില്ല, ഈവൻ കർട്ടൻ പോലും ഓപ്പൺ ചെയ്യുന്നില്ല. സോ 2 ഡേയ്സ് ഒരു കർട്ടൻ പോലും ഓപ്പൺ ചെയ്യാണ്ട് മുറിക്കകത്തിരിക്കുക എന്ന് പറയുന്നത്, അതും നമ്മളൊരു അണ്ടർ മിസൈൽ അറ്റാക്സ് ആണ് എന്ന് പറയുന്നത് ഇറ്റ്സ് റിയലി എ സ്കെയറി മൊമെൻറ്റ്. എസ്പെഷ്യലി ഇപ്പോൾ എന്നെപ്പോലെ ആണെങ്കിൽ ഞാനൊരിക്കലും കോവിഡ് സമയത്ത് പോലും നമ്മൾ മുറിക്കകത്ത് ആയിപ്പോയിട്ടില്ല. ആസ് എ ഡോക്ടർ വി വർ വർക്കിംഗ്. സോ ഒരു 2 ഡേയ്സ് ടോട്ടലി വിത്തൗട്ട് ഓപ്പണിംഗ് ദ കർട്ടൻ ബീയിങ് ഇൻസൈഡ് എ റൂം വാസ് എ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ. പിന്നെ ഉള്ളത് ഈ മിസൈൽസ് വരുന്നു എന്നുള്ള അലേർട്ട് വരുമ്പോഴത്തേക്കും ഷെൽട്ടർ എന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം ചെയ്തത് റൂമിലായതിനു ശേഷം ഫസ്റ്റ് ചെയ്തത് കട്ടിലിൻ്റെ അടിയിൽ കിടക്കാമെന്നായിരുന്നു. ഒരു പില്ലോയും എടുത്ത് കട്ടിലിൻ്റെ അടിയിൽ പോവുമായിരുന്നു. ദാറ്റ് വാസ് ഹാപ്പനിങ് ഫോർ എ ഡേ. സെക്കൻഡ് ഡേ ആയപ്പോൾ മനസ്സിലായി ഓക്കെ ദിസ് ഈസ് ഓൺലി അലേർട്ട്സ് ആൻഡ് മോസ്റ്റ് ഓഫ് ദ മിസൈൽസ് ആർ ഗെറ്റിംഗ് ഇൻ്റർസെപ്റ്റഡ്. സോ ദെൻ കുറേ കൂടെ ഓക്കെ ഇതുകൊണ്ട് നമുക്ക് വലിയൊരു ഹാം വരില്ല എന്നുള്ളൊരു ഫീലിലേക്കായി. അലേർട്ട്സ് വരുമ്പോഴത്തേക്കും ആ ജസ്റ്റ് എവേക്കായി കുറച്ച് നേരം ഇരിക്കുന്നു എന്നുള്ള അല്ലാണ്ട് അതൊരു ഇമ്പാക്റ്റ്ഫുള്ളിലേക്ക് മാറുന്നുണ്ടായിരുന്നില്ല. ഒരു 2 ഡേയ്സ് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് തോന്നുന്നു ഈവൻ അവിടുത്തെ ബാക്കി നോർമൽ ലൈഫ്സ് എല്ലാം ആക്ച്വലി ഹാപ്പൻ ചെയ്യുന്നുണ്ടായിരുന്നു. ഈവൻ ദോ കുറേ കുട്ടികളുടേതെല്ലാം ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലേക്ക് മാറി ആൻഡ് വർക്ക് ഫ്രം ഹോം അനൗൺസ്ഡ് ആയിരുന്നു. ഞാനൊരു 2 ഡേയ്സിലേക്ക് മുറിക്കാതെ തന്നെയായിരുന്നു. ആൻഡ് 3rd ഡേ ആണ് ഈവൻ കർട്ടൻസ് തന്നെ ഓപ്പൺ ചെയ്തൊരു സൺലൈറ്റ് കാണുന്നത്. 3rd ഡേ ആണ് ആക്ച്വലി പുറത്തേക്ക് വരുന്നത്. പുറത്തേക്ക് വന്നിട്ട് ഫസ്റ്റ് നോക്കുന്ന സ്കൈയിലേക്കാണ് റാദർ ദാൻ ടുവേർഡ്സ് ദ ഗേറ്റ് ഓർ ടുവേർഡ്സ് ദ റോഡ്. അപ്പോൾ സ്കൈയിലേക്ക് നോക്കുമ്പോൾ ആദ്യം കാണുന്ന സീനെന്ന് പറയുന്നത് ഫൈറ്റർ ജെറ്റ്സ് ആണ്. സോ ഫൈറ്റർ ജെറ്റ്സ് ആക്ച്വലി അത് അവിടെ റോം ചെയ്ത് നടക്കുകയാണ്. സ്കൈയിൽ ഫുൾ ഫൈറ്റർ ജെറ്റ്സ് ആണ്. ബട്ട് ബാക്കി ഇപ്പോൾ ഒരു ഔട്ട്സൈഡ് ലൈഫ് നോക്കുകയാണെങ്കിൽ ഇറ്റ് വാസ് ആക്ച്വലി ഹാപ്പനിങ് നോർമലി. ബട്ട് ഫോർ മീ എനിക്കൊരു ട്രാവൽ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഇല്ല. കാരണം ഞാൻ തിരിച്ച് വരാൻ വേണ്ടി ഇരിക്കുകയാണ്. ബട്ട് ദർ ഈസ് നോ ടിക്കറ്റ് അവൈലബിൾ. ദർ ഈസ് എയർ സ്പേസ് ഫുള്ളി ക്ലോസ്ഡ് ആണ്. ആൻഡ് ഒരു എയർലൈൻസും ഇല്ലാത്തൊരു ടൈമായിരുന്നു. ആ ടൈമിൽ ആക്ച്വലി കിംസിൻ്റെ മാനേജ്മെൻറ്റ് എസ്പെഷ്യലി അവർ CMD ഹി ഹെൽപ്ഡ് എ ലോട്ട്. ഹി ഹാഡ് മൾട്ടിപ്പിൾ ഇൻട്രാക്ഷൻസ് വിത്ത് പല എയർലൈൻസുമായിട്ട്. ആൻഡ് അങ്ങനെ വൺ ഓഫ് ദ ഇവാക്യുവേഷൻ ഫ്ലൈറ്റ്സിലാണ് സാർ ഒരു സീറ്റ് സെക്യൂർ ചെയ്ത് എന്നെ തിരിച്ചെത്തിച്ചത്. ഇനി ഒരു എത്തിക്കുന്നതിൻ്റെ ഇത് പറയുമ്പോഴും അന്ന് എയർപോർട്ടിലേക്ക് പോകാൻ നിൽക്കുന്നു. ദാറ്റ് ഈസ് അറൗണ്ട് ഐ തിങ്ക് അറൗണ്ട് 7 o'clock. ആ ടൈമിൽ ഇറങ്ങാൻ നിൽക്കുന്നതും ഇറ്റ് ഈസ് എ മിസൈൽ അലേർട്ട് വിച്ച് വാസ് ദയർ ഫോർ 45 minutes. ഞാനൊരു 45 minutes താമസിച്ചാണ് അങ്ങനെ പിന്നെ ഇറങ്ങുന്നത്. ഇറങ്ങി ക്ലിയർ ആയി എന്ന് പറഞ്ഞാണ് ഇറങ്ങുന്നത്. ഇറങ്ങി ടാക്സി കയറിയിട്ട് ഒരു 5 minutes കഴിയുമ്പോഴുള്ള സീൻ എന്ന് പറയുന്നത്
മേളിൽ കൂടെ ഒരു മിസൈൽ പോകുന്നു, ആൻഡ് ദർ ഇസ് സംതിങ് ഹിറ്റിംഗ് ഇറ്റ് ആൻഡ് ദർ ഇസ് എൻ എക്സ്പ്ലോഷൻ, ഒരു റെഡ് കളറിൽ കാണുന്നു. സോ ദിസ് ഇസ് ദ ഫസ്റ്റ് ടൈം ഇൻ മൈ ലൈഫ് ഐ എം സീയിങ് എ മിസൈൽ. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ദ ലാസ്റ്റ് ടൈം. ഐ ഡോണ്ട് വാണ്ട് ടു സീ എനി മോർ മിസൈൽസ്. സോ ഒരു 5 days you are stuck in another country, and 2 days you are stuck in a room and you are under missile threat, and you have to tell your family that okay, things are happening, വലിയ പ്രോബ്ലംസ് ഒന്നും ഇല്ല എന്ന് പറയേണ്ടി വരുന്ന അവസ്ഥ. ഇറ്റ് വാസ് ആക്ച്വലി സ്കാരി. ബട്ട് UAE ഗവൺമെൻറ്റിൻ്റെ ഇത് കാരണം അവരെല്ലാം അത് ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ആൻഡ് UAEയുടെ ഒരു ലൈഫ് ഇത് നോക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ ഈവൻ മലയാളീസും എല്ലാം ഒരു നോർമൽ ലൈഫ് തന്നെ അതിനിടയ്ക്ക് ലീഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഇതൊരു ഇന്ന് തിരിഞ്ഞ് നോക്കുമ്പോൾ, സിൻസ് ഇട്ടൊരു പോസിറ്റീവ് നോട്ടിൽ എൻഡ് ചെയ്തത് കൊണ്ട് ഇന്ന് തിരിച്ച് നോക്കുമ്പോൾ ഇറ്റ് ഈസ് ആക്ച്വലി ഒരു ലൈഫ് ടൈം എക്സ്പീരിയൻസ് പോലെ എനിക്ക് പറയാൻ പറ്റും. ബട്ട് ആ ഒരു വാറിൻ്റെ എപ്പിസെൻറ്ററിലുള്ളവരുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് ഇതൊന്നും ആയിരിക്കില്ല. വിച്ച് വിൽ ബി റിയലി റിയലി സ്കാരി. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനേക്കാൾ ഒരു പീസ്ഫുൾ, വാറെല്ലാം ഒഴിഞ്ഞൊരു പീസ്ഫുൾ ഇതിലേക്ക് നമുക്ക് പോകാൻ പറ്റണം എന്നുള്ളതാണ് ആഗ്രഹവും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.